ഹലോ ഫ്രണ്ട്സ്, ഉമ്മാൻ്റെ കൈപ്പുണ്യം ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസും എൻ്റെ ചാനലും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വെറൈറ്റി എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചില്ലി ചിക്കനാണ്. ഹോട്ടലിലൊക്കെ നിങ്ങൾ കഴിക്കുന്ന അതേ സ്റ്റൈലിൽ ഞാൻ എങ്ങനെ ചില്ലി ചിക്കൻ ഉണ്ടാക്കേണ്ടത് നമുക്ക് വീഡിയോയിലൊക്കെ പോകാം. ചില്ലി ചിക്കന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു 1/2 കിലോഗ്രാം ചിക്കനാണ്. ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കണം. പിന്നെ എടുത്തിരിക്കുന്നത് 2 വലിയ ഉള്ളി, ഒരു ക്യാപ്സിക്കം, 6 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മല്ലിയില, ഉപ്പ്, മൈദ, കോൺഫ്ലവർ, കുരുമുളക് പൊടി, മുളക് പൊടി, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയാ സോസ്, പിന്നെ ഫുഡ് കളർ കുറച്ച് വെള്ളത്തിൽ കലക്കിയതാണ്, പിന്നെ ഒരു മുട്ട, പിന്നെ ഓയിൽ. ഇനി ഇതൊക്കെ എങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്, ഞാൻ എടുത്ത 1/2 കിലോ ചിക്കനാണ്. നല്ലോണം വാഷ് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കൻ. ഇനി ഇതിലോട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ച് വെക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ആവശ്യക്കാർ പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്, 3 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ കഴുകിയ വെള്ളം തന്നെ ഇതിൽ കിടപ്പുണ്ട്. അപ്പോൾ ഏകദേശം ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്തിട്ട് നമുക്കിതൊരു 10-15 നിമിഷം റെസ്റ്റിന് വെച്ചിട്ട് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇതിലുള്ള ഉള്ളി എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് 4ആയിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിലിങ്ങനെ പീസാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഉള്ളി ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം ഇതേപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഇതേപോലെ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കണം ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ 15 മിനിറ്റോളം ഞാൻ റെസ്റ്റിന് വെച്ചതാണ്. ഇനി ഇത് നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചിക്കൻ ഓരോ പീസായിട്ട് ഇടണം. പീസായിട്ട് ഇടണം, ഒന്നിച്ചിടരുത്. നമ്മുടെ ചിക്കൻ ഏകദേശം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലോ പ്ലേറ്റിലോട്ട് മാറ്റാനാണ്. ഓക്കെ, നമ്മളെ ചിക്കൻ എല്ലാം നല്ലോണം പൊരിച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗ്രേവി അടിക്കാൻ പോകും. ഗ്രേവി അടിക്കാൻ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്ത ഓയിലിൽ നിന്ന് ഒരു 2 സ്പൂൺ ഓയിൽ ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണ്. നമ്മൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവണം, ഇതിൻ്റെ ഒരു പുക സ്മെല്ല് വരണം. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചത് ഒരു പകുതി വെളുത്തുള്ളി നല്ലോണം ചോപ്പ് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത പച്ചമുളകും ഉള്ളിയും മിക്സ് ചെയ്യാം. ഗ്രേവിക്കുള്ള സോസ് ഉണ്ടാക്കാം. സോസിന് ഞാനൊരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ ഞാനൊരു 3 ടീസ്പൂൺ ചില്ലി സോസ് വെച്ചിട്ടുണ്ട്. 3 ടീസ്പൂൺ ടൊമാറ്റോ സോസ് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ സോയാ സോസ് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിതിൽ കുറച്ച് കളർ മിക്സ് ചെയ്ത വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. റെഡ് കളറാണ് ഫുഡ് കളർ. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ചേർക്കാം, ആവശ്യമില്ലാത്ത ചേർക്കാം.
ഓക്കെ, ഇനി ഇതിൽ ഞാൻ 2 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഉള്ളി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ക്യാപ്സിക്കം കൂടി ചേർക്കുകയാണ്. ക്യാപ്സിക്കം ചേർത്ത് ക്യാപ്സിക്കം കറി മൂക്കേണ്ട ആവശ്യമില്ല, പച്ചക്ക് അടിക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് എരിവിനാണ്. എരിവ് ആവശ്യമുള്ള ആൾക്ക് ചേർക്കാം. മുളക് പൊടി ചേർക്കണം, ചില ആൾ ചേർക്കില്ല. എരിവ് ആവശ്യമുള്ളവർക്ക് അത് ചേർക്കാം മുളക് പൊടി. ഇനി ഇതിലോട്ട് നമ്മൾ കുരുമുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി. മുളക് പൊടിയൊക്കെ എരിവ് ആവശ്യമനുസരിച്ച് ചേർക്കേണ്ടതാണ്. ഇനി നമ്മളിതിൽ മിക്സ് ചെയ്ത് വെച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ച സോസ് ഇതിലോട്ട് ചേർക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡാണ്. ചില ആൾക്കാർ സോസെല്ലാം വെള്ളത്തിൽ കലക്കാതെയാണ് വയ്ക്കാൻ. ചില്ലി ചിക്കൻ്റെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ഉപ്പും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഒരു സെമി ഗ്രേവി ടൈപ്പാണ്, ഡ്രൈ അല്ല, സെമി ഗ്രേവിയാണ്. അത് ജാസ്തി ഗ്രേവി അല്ല. നമ്മൾ സോസ് കലക്കുന്ന ടൈമിൽ കോൺഫ്ലവർ അധികം ആയിപ്പോകരുത്. അധികം ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ സംഗതി മൊത്തം കുളമാവും, കട്ടപ്പിടിച്ച് പോകും. അപ്പോൾ കോൺഫ്ലവർ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. നമുക്കിത് നല്ല ഗ്രേവി തിളച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ സോസിലോട്ട് ചിക്കൻ ഇടാം. ഓക്കെ, നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയാണ്. ഇതിന് സ്പ്രിംഗ് ഓണിയനാണ് വേണ്ടത് ഗാർണിഷ് ചെയ്യാൻ. ഞാൻ അതിന് പകരം മല്ലിയില യൂസ് ചെയ്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ എനിക്ക് കിട്ടാനില്ല. ഓക്കെ, അത് ഇനി പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. Do you want to know? Well, I've been thinking about you. And ഇതാണ് നമ്മളെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ചില്ലി ചിക്കൻ. സെമി ഗ്രേവി ടൈപ്പാണ്. ഗ്രേവിയും അല്ല, അധികം ഡ്രൈയും അല്ല. ഇതൊന്ന് കഴിച്ചു നോക്കാം. നിങ്ങൾ എല്ലാവരും ഈ ചില്ലി ചിക്കൻ ഒന്ന് ട്രൈ ചെയ്യണം. കാരണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുണ്ടോ എന്നെ കമൻറ്റിൽ കൂടി എന്നെ അറിയിക്കുക. അപ്പോൾ ഇന്ന് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഫുഡിൻ്റെ റെസിപ്പി വേണമെങ്കിലും എന്നെ കമൻറ്റിൽ കൂടി അറിയിക്കാൻ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡുമായി വരുന്നവരെ സൈനിങ് ഔട്ട്.